അല്ല പാലക്കാട് ഇത്തവണയും വി കെ ശ്രീകണ്ഠൻ ജയിക്കുന്നാണോ നിങ്ങൾ പറയണത്? പാലക്കാടിന്റെ ശ്രീയല്ലേ വി കെ ശ്രീകണ്ഠൻ. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിക്കും? ഞങ്ങൾ ഒരു 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും. കഴിഞ്ഞ തവണ ആകെ 11,000-ന് മുകളിൽ ചെറിയൊരു ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അത് സിമ്പിൾ ആയിട്ട് LDF മറികടന്നു. കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം MP രാജേഷിന് 1,05,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ. അത് മറിച്ചിട്ടാണല്ലോ ഞങ്ങൾ 11,000 ഒരു ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചേ. അയ്യോ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ലീഡിനേക്കാൾ ഏറ്റവും അതിന്റെ 2 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണോ? ഉറപ്പല്ലേ? അല്ല, ഇത്തവണ അദ്ദേഹം MP ആണെന്ന് പറയുമ്പോഴും പോളിംഗ് ശതമാനം കുറഞ്ഞില്ലേ? അതൊക്കെ ഒരു പഴയ തെറ്റിദ്ധാരണയാണ്. പണ്ട് കാളവണ്ടി യുഗത്തിലെ കാലഘട്ട കണക്കാണ്. ഇപ്പൊ കാലമൊക്കെ മാറി എല്ലാവരും ഐഫോൺ വെച്ച് നടക്കുന്ന കാലഘട്ടമാണ്. ഈ തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരെ കൂടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതിന് കഴിഞ്ഞ തവണ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് നിങ്ങൾ ലീഡ് 1,00,000 ജയിച്ച MP-നെ തോൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ 3 മണ്ഡലത്തിൽ ലീഡ് ചെയ്തത്. കഴിഞ്ഞ തവണ ഈ മണ്ണാർക്കാടും പട്ടാമ്പിയും നിങ്ങൾ കൂട്ടാതെയാണല്ലോ ഞങ്ങൾ തോറ്റു എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ ലീഡ് ചെയ്തല്ലോ. 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. എവിടെയൊക്കെ ലീഡ് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ഇത്തവണ എല്ലാ നിയമസഭാ മണ്ഡലത്തിലും ലീഡ് ചെയ്യും. ഈ മണ്ണാർക്കാട് LDF കുറച്ചുകൂടി വോട്ട് പിടിച്ചാൽ നിങ്ങൾ ഇത്തവണ തോറ്റു. മലമ്പുഴ അടക്കമുള്ള എല്ലാ അസംബ്ലിയിലും ഞങ്ങൾ ലീഡ് ചെയ്യും. അതിൽ സംശയമൊന്നും വേണ്ട. ഞങ്ങളുടെ MP അത്ര നല്ല MP ആയിരുന്നു. അത്രയും നല്ല പ്രോഗ്രസ് റിപ്പോർട്ടുള്ള MP ആണ് ഞങ്ങളുടെ MP. ചേട്ടാ, പാലക്കാട് എങ്ങനെ BJP ബെറ്റർ ആവോ? 100% വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അല്ല, നിങ്ങൾ ജയിക്കുന്നാണോ പറയണേ? പാലക്കാട് മണ്ഡലം നിയോജക മണ്ഡലത്തിൽ നമ്മൾ 1-ാം സ്ഥാനം. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു. ഇത് 2019 വോട്ട് കഴിഞ്ഞത് 2024 ഈ 5 വർഷത്തെ മാറ്റാണ് ഞങ്ങൾ പറയുന്നത്. കഴിഞ്ഞ തവണ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും ഒന്നാമത് എത്തില്ല, രണ്ടാമത് എത്തില്ല. ഇല്ല, പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഇപ്രാവശ്യം നല്ല വിജയമാണ് കാഴ്ചവെക്കുക. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും? 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തില് തീർച്ചയായിട്ടും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. മണ്ണാർക്കാട് നിങ്ങൾക്ക് 20,000 വോട്ട് തികച്ചു പിടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം പറ്റില്ല. അത് കഴിഞ്ഞ തവണ. ഇപ്രാവശ്യം ഞങ്ങൾ 35,000 വോട്ട് അവിടെ പിടിക്കും. ഈ പ്രാവശ്യത്തെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പോളിംഗ് ശതമാനം കുറഞ്ഞത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കില്ല? BJP തിരിച്ചടിയാവില്ല. രാഷ്ട്രീയത്തില് ഞാൻ പറയണത് 1-1-2 1-1-11 കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച അതേ സ്ഥാനാർത്ഥി തന്നെയാണല്ലോ ഇപ്പോഴും മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ജനകീയനാണ്. മുഴുവൻ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അതേട്ടാ, LDF-ന്റെ നല്ലൊരു സ്ഥാനാർത്ഥിയല്ലേ? LDF-ന്റെ സ്ഥാനാർത്ഥി ഇതിന് മുമ്പ് രാജേഷ് നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? പാലക്കാട് കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തെത്തിയ LDF ഇത്തവണ ജയിക്കുമോ? കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു തെറ്റ് ഇവിടുത്തെ ജനങ്ങൾ എന്തായാലും തിരുത്തും. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് LDF-ന് എത്ര ഭൂരിപക്ഷം? 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷുവറായിട്ട് ജയിക്കും. പോളിംഗ് ശതമാനം കുറഞ്ഞതേ എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാകാറാണ് പതിവ്. ഇത്തവണ നടക്കുമെന്ന് തോന്നില്ല. ഇടതുപക്ഷത്തിന്റെ വോട്ട് എല്ലാം കൃത്യമായിട്ട് പോളി ചെയ്യിപ്പിക്കാൻ ഞങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 4 നിങ്ങൾ മുമ്പിലെത്തി, എന്നിട്ട് കൂടി തോറ്റുപോയി. കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ സാഹചര്യമേ എല്ലാം മണ്ണാർക്കാടും പട്ടാമ്പിയിലും. പട്ടാമ്പി നഗരസഭ ഉൾപ്പെടെ ഇപ്പൊ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇപ്പൊ സമസ്ത ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വന്നൊരു സ്ഥിതിയുണ്ട്. മണ്ണാർക്കാടും പട്ടാമ്പി നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ഈ 2 മണ്ഡലങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UDF കയറിപ്പോയത്. കഴിഞ്ഞ തവണത്തേക്കാൾ അവരുടെ ഭൂരിപക്ഷം ആ 2 മണ്ഡലങ്ങളിൽ കുറയ്ക്കാൻ ഇപ്രാവശ്യം കഴിയും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽപ്പന ചരിക്കുമ്പോൾ MP പ്രതികരിക്കേണ്ട രീതി, ഇതിലെല്ലാം തികഞ്ഞ പരാജയമാണ് ശ്രീകണ്ഠൻ. BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള പാലക്കാട് മണ്ഡലം, അവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എന്താ? BJP എന്നുള്ളത് കേരളത്തിലുടനീളം എവിടെയും എപ്പോഴും വട്ടപൂജ്യമായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അല്ല, ഒരുപക്ഷെ BJP ഇവിടെ അക്കൗണ്ട് തുറന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ. അക്കൗണ്ട് തുറക്കും, എവിടെ പറയട്ടെ, SBI ബാങ്കിലായിരിക്കാം. SBI ബാങ്കിൽ അക്കൗണ്ട് തുറക്കും. എന്തായാലും ജൂൺ 4 അറിയാൻ കാരണത്തിൽ തുറക്കില്ല, അത് ഉറപ്പാണ്.